നമസ്കാരം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും വിദേശത്ത് തന്നെയാണ്. ഇതുവരെ നാട്ടിലെത്തിയില്ല. ഭയങ്കര തണുപ്പ്. രണ്ടു മൂന്ന് സ്റ്റേറ്റുകൾ കറങ്ങിയപ്പോൾ തന്നെ അവിടെ ഭയങ്കര തണുപ്പായി. ചിക്കാഗോയിൽ കൊടും തണുപ്പ്. അവിടുന്ന് നേരെ അറ്റ്ലാന്റയിൽ വന്നു. അറ്റ്ലാന്റയിലും തണുപ്പ്. ഇതിനിടയ്ക്ക് ഹൂസ്റ്റണിൽ പോയപ്പോഴാണ് തണുപ്പെന്ന് പറഞ്ഞത്. ന്യൂയോർക്കിൽ ഉൾപ്പെടെ തണുപ്പാണ്. ന്യൂജേഴ്സിയിലെ ന്യൂയോർക്കിലൊക്കെ തണുപ്പാണ്. തണുപ്പ് തുടങ്ങിയപ്പോഴാണ് ഞാൻ അവിടുന്ന് ന്യൂയോർക്കിൽ നിന്ന് ഞാൻ ഹൂസ്റ്റണിലേക്ക് പോയത്. ഹൂസ്റ്റണിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അവിടെ ഹൂസ്റ്റണിൽ ഒരു 10 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചിക്കാഗോയിലേക്ക് പോയത്. ചിക്കാഗോയിൽ ചെന്നപ്പോഴത്തേക്കിന് തണുപ്പായി. അവിടുത്തെ തണുപ്പും കൊണ്ട് ആണ് അറ്റ്ലാന്റയിൽ വന്നത്. അറ്റ്ലാന്റയിൽ വന്നപ്പം അതുപോലെ തണുപ്പ്. ഇപ്പം ഞാൻ ജാക്സൺ വില്ലാണ് ഉള്ളത്. അവിടെ തണുപ്പ് കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ തണുപ്പില്ലായിരുന്നു. പക്ഷേ ഈ അറ്റ്ലാന്റയിലും ഈ ചിക്കാഗോയിലും ഒക്കെ ഉള്ള തണുപ്പടിച്ച് തൊണ്ടയുടെ സൗണ്ടൊക്കെ നമുക്ക് അതാ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണാഞ്ഞത്. സംസാരിക്കാൻ പോലും പറ്റാത്ത, സംസാരിക്കാം പക്ഷെ സൗണ്ട് പുറത്തോട്ട് വരുന്നില്ല. ഇപ്പോഴും പൂർണ്ണമായിട്ട് ശരിയായില്ല. 2 ദിവസം കൂടെ ജാക്സൺ വില്ലിൽ വന്ന് 2-3 ദിവസമായി. അപ്പം റെസ്റ്റൊക്കെ എടുത്ത് ചിലപ്പം മെഡിസിനൊക്കെ കഴിച്ചപ്പോഴത്തേനും അത് മാറിക്കിട്ടി. ആരെങ്കിലും പൂർണ്ണമായി മാറിയില്ല. പക്ഷെ ആ ഒരു സൗണ്ടിനൊരു വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഇന്നലെ എന്തായാലും നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അത് 2 ഘട്ടങ്ങളിലായിട്ട് ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബറിൽ, അടുത്ത മാസം. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിക്കുന്നതിന് മുമ്പേ നിൽക്കാൻ മോഹമുള്ള സ്ഥാനാർത്ഥികൾ, അത് ഇന്ന പാർട്ടിയെന്നില്ല, ഇന്ന മുന്നണികളെന്നില്ല, പാർട്ടികളിലും മുന്നണികളിലും അല്ലാത്ത സ്വതന്ത്രരായിട്ട് പോലും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിലാണ് അവർ പ്രവർത്തനം തുടങ്ങിയത് കേട്ടോ, അല്ലാതെ ജനങ്ങളുടെ ഇടയിലല്ല. സോഷ്യൽ മീഡിയയിൽ അവരിങ്ങനെ ഞാൻ മത്സരിക്കുന്നു, മത്സരിച്ചാരെങ്ങനെ, ജയിക്കുമോ ഇല്ലയോ, ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് പുതിയ ആളുകൾ. ഇനി പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ നിലവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ അവരിങ്ങനെ വീണ്ടും നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൈയും കാലും ഒക്കെ കാണിച്ചുള്ള പോസ്റ്ററുകളും അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടരെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റവര് വീണ്ടും മത്സരിക്കാൻ നിൽക്കുന്നവർ, അവരുടെയും ആംഗ്യഭാഷകളും ഒക്കെ ആയിട്ട് ചേർന്ന് ചില പോസ്റ്ററുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങേ പ്രാവശ്യം മത്സരിച്ച് ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്ത ചിലരുടെ പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ആരും മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ അത് അവരുടെ കാര്യമാണ്. മത്സരിച്ചോട്ടെ, ആർക്കും മത്സരിക്കാം. ജനാധിപത്യ മര്യാദ അനുസരിച്ച്, ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും മത്സരിക്കാം. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് മത്സരിക്കുന്നവർക്ക് അല്പസ്വല്പമൊക്കെ ആ ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഇല്ലേ? രാഷ്ട്രീയ മര്യാദ, ജനങ്ങളോടുള്ള ഒരു കടപ്പാട്. ഇന്നലെ വരെ ഒരു പാർട്ടിയുടെ ലേവലിൽ മത്സരിച്ച് ജയിച്ച് ഇന്നലെ വരെ ആ പാർട്ടിയോടൊപ്പം നിന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആളുകൾ നാളെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേവലിൽ ചെന്ന് വോട്ട് ചോദിക്കുകയും മത്സരിക്കുകയും വോട്ട് ചോദിക്കുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുകയും ചെയ്യുന്ന ഒരു പ്രവണത, ഒരു സാഹചര്യം വരാൻ പോകുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. പലരും കൂട് വിട്ട് കൂട് മാറി മത്സരിക്കാൻ ശ്രമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പല വാർത്തകളും കണ്ടു, പലതും കണ്ടു. നിലവിലുള്ള മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ ആ പാർട്ടി വിട്ട് വേറെ പാർട്ടി ചേരുന്നു, ആ പാർട്ടിയിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നു.
സീറ്റ് കിട്ടാൻ വേണ്ടി പിന്നെ മത്സരിക്കുന്നു. സീറ്റ് കിട്ടാത്തവര് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ സീറ്റ് നിലനിർത്താനും ഒക്കെ മത്സരിക്കുന്നു. മത്സരാർത്ഥികളുടെ ഒരു ബഹളം തന്നെയാണ്. എന്തിനിങ്ങനെ മത്സരിക്കാൻ ബഹളം കൂട്ടുന്നു, തിരക്ക് കൂട്ടുന്നു? ഒരു പ്രാവശ്യം മെമ്പറായാൽ അവന് കിട്ടുന്ന ആനുകൂല്യങ്ങളും അവന് ലഭിക്കുന്ന സൗകര്യങ്ങളും അതൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്തിനാണ് ഈ തിരക്കും കടിപിടിയും കൂട്ടുന്നത് എന്തിനാണെന്ന്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇന്നലെ വരെ ഒരു പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച് ജയിച്ച് കൗൺസിലറായിരുന്ന ഒരാള് ആ പാർട്ടി മാറി, സീറ്റ് കിട്ടത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ ആ പാർട്ടി മാറി, അല്ലെങ്കിൽ ജയിക്കത്തില്ലെന്ന്, ഇനി അവിടെ ആ പാർട്ടിയുടെ കൂടെ നിന്നാൽ ജയിക്കത്തില്ലെന്ന് കണ്ട് മുന്നണി വരെ മാറി വേറെ പാർട്ടിയിൽ ചേർന്ന് അവിടെ മത്സരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? കൈക്കാശ് ചെലവാക്കിയാണ്, കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് ചെലവാക്കിയാണ് ഈ കഴിഞ്ഞ 5 വർഷവും അവിടെ നിന്ന് ജനസേവനം നടത്തിയതെങ്കിൽ അവൻ തയ്യാറാവുമോ ഇനിയും മത്സരിക്കാൻ? ആവില്ല. സാമാന്യ ബുദ്ധിക്കൊന്ന് ചിന്തിച്ചു നോക്ക്, അങ്ങനെ ആവില്ല. അപ്പോ ഇത് ചക്കരക്കുടമാണ്, ചക്കരക്കുടം തന്നെയാണ്. ആ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ അതേവനും ഒന്ന് നക്കിപ്പോവും. അങ്ങനെ നക്കുന്നതിൻ്റെ ഗുണമാണ് വീണ്ടും വീണ്ടും അവരെ നിൽക്കാൻ പ്രചോദിപ്പിക്കുന്നത്. അത് വേറൊന്നുമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ജനം വിഡ്ഢികളല്ല. അവരെ വെറും മണ്ടന്മാരാക്കരുത്. ഞാനിത് എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അതും കൂടെ മനസ്സിലാക്കണം. കൃത്യമായി ആ വാർഡിൽ കേന്ദ്രീകരിച്ച് കൃത്യമായി ആ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമവും കൃത്യമായി ജനങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ അതെല്ലാം അന്വേഷിച്ച് കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നോക്കി ആ നാടിന്റെ വികസനത്തിനും ഒക്കെ പ്രവർത്തിച്ച ഒരുപാട് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ ഉണ്ട്. അവരെ വീണ്ടും തിരഞ്ഞെടുത്ത് വിടണം. അത് ആവശ്യമാണ്. അത് നമ്മുടെ കൂടെ ആവശ്യമാണ്. ഞാനതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ജയിച്ചു പോയിട്ട് പിന്നെ 5 വർഷം കഴിയുമ്പോഴാണ് വേറെ പാർട്ടിയുടെ ലേബലിലാണ് നമ്മുടെ വീട്ടുപടിക്കൽ വോട്ട് തേടി വരുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ കൃത്യമായി വാർഡ് നോക്കുന്ന ആളുകളെയല്ല. അപ്പം മനസ്സിലായല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുമാറി മത്സരിക്കാൻ ശ്രമിക്കുന്നത്? അത് ഒരു പ്രധാന ചോദ്യമാണ്. ചിന്തിക്കണം. ചിന്തിച്ച് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. ചിന്തിച്ചേ വോട്ട് ചെയ്യാവൂ. പിന്നെ നമുക്കറിയാം, നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ ജനപ്രതിനിധികൾ, അത് പഞ്ചായത്ത് മെമ്പറോ മുനിസിപ്പൽ കൗൺസിലറോ കോർപ്പറേഷൻ കൗൺസിലർമാരോ ആകും. അവരുടെയൊക്കെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ അവരുടെ ആസ്തികൾ, 5 വർഷം മുമ്പ് അവര് എന്ത് പറഞ്ഞ് നമ്മുടെ വോട്ട് മേടിച്ചു, അവർക്ക് അന്നുണ്ടായിരുന്ന അവരുടെ സമ്പാദ്യം എന്തായിരുന്നു, അതിപ്പോ നമുക്ക് കിട്ടും. അത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിനുശേഷം കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങൾ, അവർക്കുണ്ടായ സമ്പത്ത്. വേറെ പണിയൊന്നുമില്ലല്ലോ. പഞ്ചായത്ത് മെമ്പറല്ലേ, അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ അല്ലേ, അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർ അല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്കുണ്ടായ നേട്ടങ്ങൾ അതും കൂടെ വിലയിരുത്തണം. കൈക്കൂലിക്കാരനാണോ കൊള്ളക്കാരനാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മളുടെ പോക്കറ്റിൽ നിന്ന് ചിലപ്പം ഒന്നും വാങ്ങിച്ചു കാണത്തില്ല. കൃത്യമായി അവൻ വാങ്ങിച്ചു കാണും. അവനല്ലെങ്കിൽ അവൾ ഉറപ്പായി വാങ്ങിച്ചു കാണും. നമുക്ക് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അന്വേഷിച്ചും ചിന്തിച്ചും വേണം
വീണ്ടും വോട്ട് തേടി വരുമ്പോൾ അവരെ മനസ്സിലാക്കി വേണം വോട്ട് ചെയ്യാൻ. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ പറയാം. ഒരുപാട് പറയാനുണ്ട്, അത് ഞാൻ പറയാം.